സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമല്ല, മനുഷ്യനെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അതിന് ഏറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം. ഇന്ന് ഡിസംബർ 24. അപ്പോൾ ഇന്നത്തെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് ഓടിച്ചു പോകാം. അതായത് ഒഡീഷയിൽ സ്കൂളിൽ പോയ 10 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. അതുപോലെ തന്നെ ബംഗളൂരുവിൽ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതിന് ഭാര്യനെ ഭർത്താവ് വെടിവെച്ച് കൊന്നു. അതുപോലെ തന്നെ ഇന്ന് കോഴിക്കോടുണ്ടായ ഒരു വാർത്തയാണ്, ഗർഭിണിയായിട്ടുള്ള ഭാര്യനെ ഭർത്താവ് ദേഹമാസകലം ഇസ്തിരിപ്പെട്ടി വെച്ച് പൊള്ളിച്ചു. അതുപോലെ തന്നെ തൊട്ട് മുമ്പുണ്ടായ ഒരു വാർത്തയുണ്ടായിരുന്നു, ഭാര്യനെ ഭർത്താവ് ദേഹമാസകലം വെട്ടി പരിക്കേൽപ്പിച്ചു ക്രൂരമായിട്ടെന്ന്. അപ്പോൾ വിദ്യാഭ്യാസങ്ങളും നിയമങ്ങളിലൊക്കെ ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ടെങ്കിലും വാസനകളിലോ ആക്രമണം നേരിടുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ലൈംഗിക പീഡനം, അതുപോലെ തന്നെ ഗാർഹിക പീഡനം, മാനസിക പീഡനം, സാമ്പത്തിക പീഡനം, ഇപ്പം എല്ലാത്തിനും ഉപരിയായിട്ട് സൈബർ ആക്രമണം അതിശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ വേണ്ടത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നമുക്ക് പരാതിപ്പെടാൻ സുരക്ഷിതമായിട്ടുള്ള വേദികളും ഗൾഫ് രാജ്യങ്ങളിലെ പോലെ തന്നെ ശക്തമായിട്ടുള്ള നിയമ നടപടികളും വന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.